നമസ്കാരമുണ്ട് കൂട്ടുകാരെ. അടിപൊളി ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പം അറിയായിരിക്കും, സബ്ജക്റ്റ് എന്തോന്ന് മനസ്സിലായി കാണും. അപ്പം ഓണമാണല്ലോ. അപ്പോൾ സാധാരണ നമ്മൾ ഓണത്തിനൊക്കെ എന്താ ചെയ്യുന്നത്? തമിഴ്നാട്ടിൽ നിന്നുള്ള പൂക്കളൊക്കെ കൊണ്ട് പൂക്കളം ഒരുക്കുന്ന ഒരു പതിവ് കാഴ്ചകളാണ് ഇതുവരെ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനി തമിഴ്നാട്ടിലൊന്നും പോകണ്ട, നമ്മുടെ കൊട്ടാരക്കരയ്ക്ക് അടുത്ത് കോട്ടാത്തല എന്ന് പറയുന്ന മനോഹരമായിട്ടൊരു ഗ്രാമമുണ്ട് കേട്ടോ. കോട്ടാത്തല എന്നാണ് ഗ്രാമത്തിൻ്റെ പേര്. അവിടെ ഒരു ചേട്ടൻ ഇത് കണ്ടോ, ക്യാമറ അങ്ങോട്ടൊന്ന് കാണിച്ചേ. നല്ല വിശാലമായിട്ടുള്ള ഒരു ഏരിയയിൽ നിറച്ച് ഈ ജമന്തിയുടെ പല വെറൈറ്റികൾ, 2 കളറിൽ, ഇപ്പം മഞ്ഞയും ഉണ്ട്, അടിപൊളി ഒരു കളറൊക്കെ, ഈ കളറിലൊക്കെ ജമന്തി ഇങ്ങനെ കൃഷി ചെയ്തിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ പൂപ്പാടത്തിൻ്റെ ഉടമസ്ഥനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഈ പൂപ്പാടത്തിൻ്റെ ശരത്ചന്ദ്രൻ IPS ആണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ പേരാണത്. ഞാൻ ഈ ഒരു ഒരാളല്ലോ കേട്ടോ. അതോ 2 പേര് ഇവിടെ നിൽപ്പുണ്ട്. ഇതിൽ മെയിൻ ഒരാളാണ് ഇദ്ദേഹം. മേഡം, എന്താ പേര്? ലാവണ്യ. മനോഹരമായിട്ടൊരു പുഞ്ചിരിയൊക്കെ ഉണ്ട് കേട്ടോ, അവിടെ പൂക്കൾ പോലെ തന്നെ. അപ്പോൾ ഈ പൂപ്പാടം നമ്മുടെ ഐഡിയ ആണോ? അല്ല, ഹസ്ബൻഡിന്റെ ഐഡിയാണ്. ഹസ്ബൻഡിന്റെ ആണ്. പിന്നെ കൂട്ടുകാരവര് 3-4 പേര് ചേർന്നാണ്. ശ്രീരാജ്, അഖില്, വിഷ്ണു, ഹസ്ബൻഡ്, പിന്നെ ഞങ്ങളുടെ എല്ലാ വീട്ടുകാർ, ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്നാണ് ഇത് ഇത്രയും പരുവപ്പെടുത്തിയെടുത്തത്. JCB വിളിച്ച് ഇതിങ്ങനെ കാന കോരി എന്നുള്ളതേ ഉള്ളൂ. ബാക്കി ഇതിനകത്ത് എല്ലാ പണികളും ഞങ്ങൾ 4 വീട്ടുകാരും കൂടി ചേർന്ന് ചെയ്തത്. അതിനകത്ത് ഇദ്ദേഹത്തിന്റെ മാമനും ഉണ്ടായിരുന്നു. നല്ല ഭംഗിയാ. ഞങ്ങൾക്ക് അവിടെ നിന്ന് എപ്പോഴും നല്ല വ്യൂ അല്ലേ, നല്ല ഭംഗിയാ. മനസ്സിന് കുളിർമയുണ്ട്. കാരണം ഞങ്ങൾ പൂക്കൾ മാത്രമല്ല ചെയ്തത്, പച്ചക്കറി ചെയ്തിട്ടുണ്ട്. അതായത് തക്കാളി, വെണ്ട, വഴുതനം, ചുരയ്ക്ക, മത്തങ്ങ, വെള്ളരിക്ക, പയറ്, അങ്ങനെ ഒരുപാട് പച്ചക്കറിയും ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ നല്ല വിളവാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത്. നല്ല ഭംഗിയാ. കുറച്ചു നേരം നിന്നിങ്ങനെ ആസ്വദിക്കണം. അതെ അതെ, ഒരുപാട് പേര് പൂ കാണാനൊക്കെ വരുന്നുണ്ട്. നമ്മുടെ മുറ്റത്ത് തന്നെ നല്ല അടിപൊളി ഒരു ആംബിയൻസ് ഒരുക്കി വെച്ചിരിക്കുകയാണ്. കൃഷിഭവന്റെ നല്ല സഹായമുണ്ട്. നെടുവത്തൂർ കൃഷിഭവന്റെയും കൊല്ലം പ്രിൻസിപ്പൽ ഓഫീസിന്റെ അവരുടെ എല്ലാം നല്ല സഹായമുണ്ട്. അവർ വേണ്ടുന്ന നിർദ്ദേശങ്ങളൊക്കെ തരുന്നുണ്ട്. പിന്നെ അതിൽ കൂടുതൽ സാറ് എപ്പോഴും ഇതിൽ നിന്ന് കയറാറില്ല. കാരണം അതിന് വേണ്ടുന്ന മഗ്നീഷ്യം, കാൽസ്യം, അങ്ങനെ ഓരോന്ന് അതിൻ്റെ ഇടയ്ക്ക് പോച്ച പറിക്കുക. ഞങ്ങളൊക്കെ അത്യാവശ്യം വെള്ളം ഒഴിക്കാനും പോച്ച പറിക്കാനും ഒക്കെയാണ് ഇടയ്ക്കിടയ്ക്ക് വരുന്നത്. ആദ്യത്തെ ഇത് കഴിയുമ്പം പിന്നെ എപ്പോഴും സാറ് ഇതിനകത്ത് തന്നെ ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച വിളവ് കിട്ടിയിട്ടുണ്ട്. ഉണ്ട്. ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ എപ്പോഴും രാവിലെ പോകുന്നതിന് മുമ്പ് വൈകുന്നേരം വന്നാലും എപ്പോഴും അങ്ങനെ വന്ന് നോക്കി കണ്ട് ഇങ്ങനെ അതിനെ എപ്പോഴും നമ്മളെ ചെടികളെ ആയാൽ തന്നെ അവരോട് ഒരു തലോടലും ഒരു അതിന്റെ റിസൾട്ട് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. കാണാനുണ്ട്. അപ്പൊ ഈ വർണ്ണ മനോഹരമായിട്ട് പല കളറിലൊക്കെ ആയോണ്ടേ നല്ല രസമുണ്ട്. ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് അതിന്റെ ഒരു ഭംഗി. ഒരു പാട്ട് സീനൊക്കെ വേണമെങ്കിൽ എടുക്കാം. അപ്പൊ കല്യാണക്കാർക്കൊക്കെ വേണമെങ്കിൽ വരാം. ചെറുക്കനും പോരെ. മനോഹരമായ ഒരു കാഴ്ചകളൊക്കെ ഇന്നലെ രാത്രി തന്നെ ഒരു കൂട്ടര് വന്ന് കണ്ടിട്ട് തന്നെ പൂ വാങ്ങാനായിട്ട് വന്നായിരുന്നു. നമ്മള് ഡയറക്റ്റ് കൊടുത്ത് തീർക്കാം. ഞങ്ങൾ അങ്ങനെ കൊടുക്കുന്ന കടയിലും കൊടുക്കുന്നുണ്ട്. നേരിട്ട് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ നമുക്കൊരു ഏണിങ്സ് ഉണ്ട്. അപ്പൊ എന്തായാലും ഈ പരിപാടി സ്ഥിരമാക്കാൻ തീരുമാനിച്ചോ? ഇനി ഈ പൂ കഴിയുമ്പോ അടുത്ത കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ എന്തെങ്കിലും കൃഷി ചെയ്യാമെന്നാണ് കരുതിയിരിക്കുന്നത്. അങ്ങനെ കരുതിയിരിക്കുന്നത്. പക്ഷേ ഞങ്ങൾ നല്ലൊരു ടീമായിട്ട് ഞങ്ങൾ ഇത് ചെയ്തതാണ് ഇത്രയും റിസൾട്ട് ഉണ്ടാവാനായിട്ട്. രാജനണ്ണന്, ശ്രീരാജിന്റെ അച്ഛന് രാജനണ്ണന്, അമ്പിളി ചേച്ചി, ശ്രീലക്ഷ്മി, ആർച്ച, അഖില്, വിഷ്ണു, പിന്നെ മാമന്, ഇവിടുത്തെ അമ്മ, ഞങ്ങളുടെ അമ്മ, പിന്നെ മോനെ, ഞങ്ങൾ എല്ലാരും ഉണ്ടായിരുന്നു. അങ്ങനെ തന്നെയാ. കോട്ടാത്തലക്കാർക്ക് അഭിമാനിക്കാം കേട്ടോ. അതുകൊണ്ട് മനോഹരം. ഇനി തമിഴ്നാട്ടിലൊന്നും പോണ്ട, നല്ല അടിപൊളി പൂക്കൾ നമ്മുടെ ഓണത്തിനെ വരവേൽക്കാനായിട്ട് അവര് ഇഷ്ടം പോലെ ഒരുക്കിയിട്ടുണ്ട്. ശരത് സാറാണ്. അപ്പൊ അദ്ദേഹം ഈ പൂക്കൃഷിയുടെ ആയിട്ട് നമ്മൾ വന്ന് ചോദിച്ചപ്പോഴത്തേക്ക് കൃഷി വകുപ്പിൽ തന്നെയാണ് ജോലി കേട്ടോ. അപ്പോൾ ഒരുപാട് ഡൗട്ടുകൾ നമ്മുടെ പ്രേക്ഷകർക്ക് കാണും ഈ പൂക്കൃഷിയായിട്ട് ബന്ധപ്പെട്ട്. എങ്ങനെ ഈ മേഖലയിലോട്ട് വന്നതെന്നൊക്കെ ചോദിക്കാം. അപ്പോൾ എങ്ങനെയാണ് ഈ മേഖലയിലോട്ട് വന്നത്? നമ്മൾ ഓണമാണ് വരുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് സ്ഥലം നമുക്ക് കിട്ടി. അപ്പോൾ പൂക്കൃഷി തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം വെച്ചാൽ നമുക്ക് സീസണലായ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നത് ഒരു നേട്ടമാണ്. അപ്പം ഓണത്തിന് പൂക്കളായുള്ള മുന്നിൽ ഭയങ്കര ക്യൂ ഒക്കെ കാണാറുണ്ട്. നമ്മുടെ പ്രാദേശികമായി ഇങ്ങനെ കുറച്ച് സംരംഭങ്ങൾ ചെയ്യുന്നത്
നാട്ടുകാരെ സംബന്ധിച്ചോളം നല്ലതാണ്. നമ്മുടെ നാട്ടിൽ വിളയുന്ന തന്നെ പൂക്കൾ അവർക്ക് ഇത് വേറെ എവിടെങ്കിലും ഇതുപോലെ പൂപ്പാടം കണ്ടിട്ടൊരു ഇൻസ്പയർ ആയതാണോ? ഉണ്ട്. നമ്മൾ പ്രധാനമായും ഇൻസ്പിറേഷൻ എന്നത് ഈ നെടുവത്തൂർ കൃഷിഭവൻ തന്നെയാണ്. അത് ശരി. അവരാണ് ഗ്രൂപ്പിലൂടെയൊക്കെ ഇങ്ങനെ പൂക്കൃഷി ചെയ്യുന്ന കർഷകർ താല്പര്യമുള്ളവരെ അറിയിക്കാനും അവർക്ക് തൈകൾ അറേഞ്ച് ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞത്. അത് ശരി. അങ്ങനെ ഞാൻ മാത്രമല്ല, നെടുവത്തൂർ പഞ്ചായത്തിൽ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. പ്രാദേശികമായി ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. ഇത് ഇപ്പൊ നമ്മൾ എത്ര സെന്റിലായി ഒരു കൃഷി ചെയ്തേക്കുന്നത്? ഇപ്പം 30 സെന്റ് സ്ഥലമുണ്ട്. 30 സെന്റ്. നമ്മൾ പൂ മാത്രമല്ല ചേർന്ന് കുറച്ച് പച്ചക്കറികളെല്ലാം ചെയ്തിട്ടുണ്ട്. എല്ലാ പരിപാടിയും നമ്മൾ ചെയ്യുന്നുണ്ട്. അതായത് നമുക്കൊരു 100 മേനി വിളവെന്ന് തന്നെ പറയാൻ പറ്റുന്ന രീതിയിൽ പ്രതീക്ഷിച്ചതിനപ്പുറമാണ് വിളവ്. നമ്മൾ പ്രതീക്ഷിച്ചതിനൊക്കെ കുറച്ച് ഒരു ചെടി തന്നെ 80-100 പൂക്കൾ വരെ ഉണ്ട്. 100 പൂക്കളോളം ഒരു പിടിച്ചിട്ടുണ്ട്. നമുക്ക് ഇപ്പൊ മാർക്കറ്റിൽ ഇപ്പൊ നിലവിലത്തെ ഒരു വില വെച്ച് നമുക്ക് എത്ര രൂപയ്ക്ക് വരെ മാർക്കറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്? ഇവിടുത്തെ പൂക്കടക്കാരെന്ന് പറഞ്ഞാൽ അവര് തമിഴ്നാട്, കർണാടക അവിടെ നിന്ന് കിട്ടുന്ന പൂക്കളുടെ വില വെച്ചാണ് നമുക്കും പറയുന്നത്. അവിടെ എനിക്ക് തോന്നുന്നു ചെലവ് പറഞ്ഞിട്ടായിരിക്കും അവിടെ വില വളരെ കുറച്ചാണ് കിട്ടുന്നതാണ് പറയുന്നത്. അതുകൊണ്ട് പൂക്കടയിൽ കൊടുത്ത് ലാഭം ഉണ്ടാക്കാൻ പറ്റത്തില്ല. നമ്മുടെ പ്രാദേശികമായി കർഷകർക്ക് നേരിട്ട് കൊടുത്ത് ആവശ്യക്കാരിലേക്ക് നമ്മൾ ഡയറക്റ്റ് എത്തിക്കാമെങ്കിൽ അതായിരിക്കും നമുക്ക് നേട്ടം, അതായിരിക്കും ഈ വാങ്ങുന്നവർക്ക് നേട്ടം അതായിരിക്കും. പിന്നെ ഇത് മറ്റൊരു കൃഷിയെ സംബന്ധിച്ച് ഇതിനൊരു പ്രത്യേക ഒരു നയനഭംഗിയുണ്ട്. നോക്കി നിൽക്കാൻ തന്നെ ഭയങ്കര രസമാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇടയ്ക്കൂടെ ഒന്ന് നടക്കാം കേട്ടോ. അപ്പം ഞാൻ ഈ ചേട്ടനോട് ഇതിൻ്റെ ഇടയ്ക്കൂടെ ഒന്ന് നടക്കുകയാണ്. അപ്പം കണ്ടില്ലയോ, ഇതിൻ്റെ ഇടയ്ക്ക് വന്ന് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുക എന്ന് പറയുന്നത് തന്നെ അടിപൊളി കാര്യങ്ങളൊക്കെ വന്നിരിക്കും. ഇതിന്റെ ഫോട്ടോ എടുക്കാനൊക്കെ ആൾക്കാർ വരുന്നുണ്ടോ? വരുന്നുണ്ട്. ഇന്നലെയൊക്കെ നല്ല ആൾക്കാരുണ്ടായിരുന്നു. ആൾക്കാരൊക്കെ അറിഞ്ഞു വരുന്നേ ഉള്ളൂ. എല്ലാവരും അറിഞ്ഞു വരുന്നേ ഉള്ളൂ. അപ്പം ആൾക്കാർ വരുന്നുണ്ട്, നന്നായി വരുന്നുണ്ട്. നന്നായി പൂവ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പൂക്കളാണ് കേട്ടോ. ഇതിന് മറ്റ് കീടശല്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, പൂക്കൾക്ക് അത്രയും പ്രശ്നങ്ങൾ വരാറില്ല. പിന്നെ ആദ്യം ഒരു വാട്ടരോഗങ്ങളൊക്കെ പലതും വന്നു, നമ്മളത് പ്രതിവിധിയൊക്കെ ഒഴിച്ച് റെഡിയാക്കി. അപ്പം പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു പ്രശ്നങ്ങളൊന്നും. പിന്നെ ഈ മഴയായിരുന്നു ഇടയ്ക്കൊരു പ്രശ്നം. ഒരു മഴ മാത്രമേ പെയ്തുകൊണ്ടിരുന്നത്. കുറച്ച് പൂക്കളൊക്കെ അഴുകി പോകാനൊക്കെ പോയിട്ടുണ്ട്. എന്നാലും നമുക്ക് മനസ്സിന് സന്തോഷം തരുന്ന രീതിയിലൊരു വെള്ളം നമുക്ക് കിട്ടുന്നുണ്ട്. കാണുന്ന